സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലാണ് വിമർശനം. അഴിമതി നിറഞ്ഞ വകുപ്പാണോ എന്ന് കോടതിയുടെ ചോദ്യം. നിയമനം PSCക്ക് വിടാത്തതിലും വിമർശനം. ഷബ്ന സിയാദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, വലിയ തരത്തിൽ ഇക്കാര്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിമർശനം കൂടി വന്നിരിക്കുന്നത്. അതിരൂക്ഷ വിമർശനമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി പറയുന്നത്? ഈ പങ്കാളിത്ത പെൻഷൻ വിഹിതം പിടിക്കുന്നതിനെതിരെ ഒരു കൂട്ടം എയ്ഡഡ് +2 അധ്യാപകർ സമർപ്പിച്ച ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇതിൽ ഇടക്കാല ഉത്തരവ് നേരത്തെ കോടതി ഇടുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുകളും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും തമ്മിൽ അവിശ്വസ്ത കൂട്ടുകെട്ടുണ്ട് എന്ന് കഴിഞ്ഞ തവണ ഈ ഇത്തരത്തിൽ സംശയിക്കുന്നു എന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ കോടതി വ്യക്തമാക്കിയിരുന്നു. അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന രീതി, അവരുടെ നിയമനത്തിന് അംഗീകാരം നൽകാനുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ എന്നിവ വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് സർക്കാരിന് കൂടുതൽ വിമർശനത്തിലേക്ക് കോടതി എത്തിയത്. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം എന്തുകൊണ്ടാണ് PSCക്ക് വിടാത്തത് എന്നാണ് കോടതി ചോദിക്കുന്നത്. നിയമനത്തിന് കോഴ വാങ്ങുന്നുണ്ട്, ലക്ഷങ്ങളാണ് മാനേജ്മെന്റുകൾ വാങ്ങുന്നത്. സർക്കാർ അഴിമതിക്ക് അവസരം ഒരുക്കുകയാണോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അഴിമതി നിറഞ്ഞ വകുപ്പാണോ വിദ്യാഭ്യാസ വകുപ്പ് എന്നും കോടതി വിമർശിക്കുന്നു. ഇത്തരത്തിൽ ഈ നിയമനത്തിലുള്ള പൂർണ്ണ അധികാരം നിലവിൽ മാനേജ്മെന്റുകൾക്കാണോ എന്ന് കോടതി ചോദിച്ചിരുന്നു. സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാതെയും പരസ്യം നൽകാതെയും യോഗ്യതയുള്ള ആരെയും നിയമിക്കാതെ ഇത്തരത്തിലുള്ള പൂർണ്ണ അധികാരം മാനേജ്മെന്റുകൾ കൈപ്പറ്റുകയും ആ രീതിയിൽ ലക്ഷങ്ങൾ കോഴ വാങ്ങുകയും ചെയ്യുന്നത് അനുവദിക്കാനാവില്ല എന്നതായിരുന്നു കോടതിയുടെ നിലപാട്. ശരി ഷബ്ന, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിനാണ് അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്.